ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യാനുമായുള്ള വഴക്കൊക്കെ തീർത്ത് ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് സിനിമയ്ക്കും പോയ ശേഷമാണ് സാങ്ഷിയെ അവർ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. വണ്ടി ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ ഞാൻ പുറകിലെ സീറ്റിലിരുന്ന് ഉറങ്ങുകയാണ്. ജാഷു വേഗം അവളെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് മുഴുവൻ ഞാനിത് പിടിച്ചു നിർത്തിയിരുന്നതാണ് എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. സത്യത്തിൽ ഞാൻ ഉറങ്ങിയിരുന്നില്ല, കണ്ണടച്ചിരിക്കുകയായിരുന്നേ ഉള്ളൂ. മുന്നിൽ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അവൻ കണ്ണു തുറക്കുന്നില്ല. സാങ്ഷി അവനെ വിളിച്ചുണർത്തിയിട്ട് ജാഷുവിനെ ഡ്രൈവറാക്കാതെ ഇനി ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറയുന്നു. എനിക്ക് വേണ്ടി കുറച്ച് സമയം ഡ്രൈവറായി എന്ന് പറഞ്ഞ് അവനിപ്പോൾ എന്തൊക്കെ കുഴപ്പം പറ്റുമെന്നൊക്കെ ചോദിച്ച് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൾ പുറത്തിറങ്ങി അവനെ പുറകിൽ നിന്ന് വലിച്ചിറക്കി ഫ്രണ്ടിൽ കയറ്റുന്നുണ്ട്. ശേഷം അവനെ ഫ്ലൈയിങ് കിസ് കൊടുത്തിട്ട് അവൾ ഹോസ്റ്റലിലേക്ക് പോകുന്നു. ജാഷു അവനെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം 3-4 തവണ അവൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട്. തിരിച്ചു പോകുന്ന വഴി അവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ജാഷു വീണ്ടും ഓഫീസിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും നിന്റെ ഓഫീസിലേക്ക് വരുന്നു, നീ അവിടെ എങ്ങനെയുള്ള വർക്കാണ് ചെയ്യുന്നതെന്ന് എനിക്കും കൂടി അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും അവൻ്റെ ഒപ്പം ചെല്ലുന്നു. ജാഷു ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവൻ അവിടെ ഗെയിം കളിച്ച് കിടക്കുകയാണ്. നിനക്ക് വീട്ടിൽ പോയി ബെഡിൽ മര്യാദയ്ക്ക് കിടന്നുകൂടായിരുന്നോ എന്ന് ജാഷു ചോദിച്ചപ്പോൾ എവിടെ കിടന്നാലും ഒരേപോലെ തന്നെയാണ്, ഗെയിം കളിക്കുന്ന സ്ഥലം മാറിയെന്നേ മാത്രമേ ഉള്ളൂ എന്നവൻ പറയുന്നു. സാങ്ഷിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചത് കൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ഓവർ ടൈം ചെയ്യേണ്ടി വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സുപ്പീരിയറിന് സുഖമില്ലാതായതുകൊണ്ട് ഇപ്പോൾ ജോലി കുറച്ച് കൂടിയിട്ടുണ്ട്, അതിൻ്റെ തിരക്കാണെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ നീ നിന്റെ ശരീരം നശിപ്പിക്കരുത്, സാങ്ഷിയുടെ കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. എനിക്കിതൊന്നും പ്രശ്നമല്ല, മാത്രമല്ല ഞാൻ ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്നിടത്ത് തീരെ സൗകര്യം കുറവാണ്. ഇവിടെ 2 മുറിയുണ്ട്, സാങ്ഷിയുടെ ഹോസ്റ്റലിന് അടുത്തുമാണ്. അത് ശരിയായി കഴിയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് ജാഷു പറയുന്നു. സാങ്ഷിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സെൻസിറ്റീവാണ് എന്ന് നിനക്കറിയാമല്ലോ. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ നേരിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് നീ ആയതിൽ എനിക്ക് ആശ്വാസമാണ്. പക്ഷേ എപ്പോഴെങ്കിലും നീ അവളെ വേദനിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഞാൻ അവനോട് പറയുന്നു. എന്തായാലും നിനക്ക് അതിനുള്ള ചാൻസ് കിട്ടുമെന്ന് തോന്നില്ല. പിന്നെ ഇന്ന് രാത്രി ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു വരുന്നെന്ന് അവളോട് പറയരുത് എന്ന് ജാഷു അവനെ ഓർപ്പിക്കുന്നു. നീ പറഞ്ഞില്ലെങ്കിലും എനിക്കതറിയാം എന്ന് ഞാൻ പറയുന്നുണ്ട്. ജാഷു ജോലിക്കിടയിൽ എപ്പോഴോ കുറച്ച് സമയം അവിടെ തന്നെ കിടന്നുറങ്ങിയതല്ലാതെ റൂമിലേക്ക് പോകുന്നില്ല. ബാക്കി സ്റ്റാഫൊക്കെ രാവിലെ ഓഫീസിലേക്ക് വന്ന സമയത്താണ് അവൻ ഉണർന്നത്. ഞാൻ നിന്റെ റൂമിലേക്ക് പോകുകയാണെന്ന് ഞാൻ ഒരു പേപ്പറിൽ എഴുതി അവൻ്റെ മുഖത്ത് വെച്ചിരുന്നു. ജാഷു എന്നിട്ട് കോഫി കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് 2 ദിവസം മുമ്പ് സാങ്ഷി കരോക്കെ സെറ്റിൽ വെച്ച് ജിയാങ്ങുമായി സംസാരിക്കുന്നത് കണ്ടിരുന്നു എന്ന് അവനോട് പറയുന്നു. അതായിരിക്കണം അന്നവൾ അത്ര മൂഡ് ഓഫ് ആകാൻ കാരണമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ അന്ന് തന്നെ ജിയാങ് ജോലി ചെയ്യുന്നിടത്ത് നിന്ന് അവളെ കണ്ട് സംസാരിക്കുന്നു. എന്നെ നീ ഒരുപാട് കാലം അറസ്റ്റ് ചെയ്തതാണ്, അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്നെ വെറുതെ വിടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് വാണിംഗ് കൊടുത്ത് പോലീസിൽ നൽകാൻ തയ്യാറാക്കിയ പരാതിയുടെ ഒരു കോപ്പി അവൾക്ക് നൽകിയിട്ടാണ് അവൻ പോയത്. സാങ്ഷിയുടെ കമ്പനി മറ്റൊരു കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് പ്രൊജക്റ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഷിയ നൽകിയ ഐഡിയയ്ക്കൊന്നും പുതുമയില്ല എന്ന് പറഞ്ഞ് മാനേജർ അത് റിജക്റ്റ് ചെയ്യുന്നു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പുതിയ ഐഡിയകൾ ഉണ്ടോ എന്ന് അദ്ദേഹം എല്ലാവരോടും ചോദിക്കുന്ന കൂട്ടത്തിൽ സാങ്ഷിയോടും ചോദിക്കുന്നു. അലർജി ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു പരസ്യത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. കുട്ടിക്കാലം മുതൽ പല സാധനങ്ങളോടും അലർജി ഉള്ളത് കൊണ്ട് തന്നെ സാങ്ഷിക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ഒരു പരസ്യം ചെയ്യുന്നതിനെക്കുറിച്ച് അവൾ ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു. മാനേജർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് അവൾ പറയുന്നു. കസ്റ്റമറിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉടനെ തന്നെ റെഡിയാക്കാൻ അവൾക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. സുപ്പീരിയറായ തന്നെ മറികടന്ന് വെറും ഒരു ഇന്ത്യനായ അവൾ അങ്ങനെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത് ഷിയയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞ് സാങ്ഷി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഷിയ നേരിട്ട് പറയുകയും ചെയ്യുന്നു, നിനക്കൊരു കമ്പനിയിലെ കാര്യങ്ങൾ ഏത് ഓർഡറിലാണ് പോകുന്നതെന്ന് അറിയില്ലേ, നിനക്കിങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്, അല്ലാതെ ആളാകാൻ വേണ്ടി ഷോ കാണിക്കുകയല്ലേ വേണ്ടത്. എന്തായാലും നീ അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല, കസ്റ്റമറിന് മുന്നിൽ അത് പ്രസന്റ് ചെയ്യാൻ പോലും പോകുന്നില്ല. മറ്റൊരാളുടെ ബോയ് ഫ്രണ്ടിന് തട്ടിയെടുത്ത് നിനക്ക് ബിസിനസ് തട്ടിയെടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഷിയ സംസാരിക്കുന്നു. സാങ്ഷി അന്ന് മുഴുവൻ അതിൻ്റെ വിഷമത്തിലായിരുന്നു. അവൾ ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജാഷു അവൾക്ക് കുടിക്കാൻ എന്തോ വാങ്ങാൻ പോയിരിക്കുകയാണ്. നാളെ തിരിച്ചു പോവുകയാണെന്ന് ഞാൻ അവളോട് പറയുന്നു. പെട്ടെന്ന് അവൻ തിരിച്ചു പോവുകയാണെന്ന് കേട്ടപ്പോൾ അതിൻ്റെ വിഷമവും അന്നത്തെ ഓഫീസിലെ പ്രശ്നത്തിൻ്റെ വിഷമവും എല്ലാം കൂടി ആയപ്പോൾ അവൾ കരയാൻ തുടങ്ങുന്നു. താൻ പോകുന്നതിൻ്റെ വിഷമത്തിലാണ് അവൾ കരയുന്നതെന്ന് കരുതി ഞാൻ സമാധാനിപ്പിക്കുന്നു. പക്ഷേ ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് പിന്നെ അവന് മനസ്സിലാകുന്നുണ്ട്. അത് ചോദിച്ചപ്പോൾ അവൾ മറുപടി എന്ന് പറയാൻ നിൽക്കുന്ന കണ്ടപ്പോൾ അത് തന്നെയാണ് പ്രശ്നം എന്നവന് മനസ്സിലാക്കുന്നു. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ജോലി കളഞ്ഞേക്ക്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, നീ എന്തിനാണ് എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജാഷു അവൾക്കുള്ള ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി വന്നത്. എൻ്റെ അനിയത്തെ ആരാണ് കരയിക്കുന്നതെന്ന് നിന്റെ സുപ്പീരിയറിനോട് ഞാൻ ചോദിക്കണമെന്ന് ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഓഫീസിൽ എന്തോ പ്രശ്നമാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയെങ്കിലും പറയാൻ സമ്മതിക്കാതെ സാങ്ഷി ഇടയ്ക്കായിരുന്നു. അവൾ തന്നോട് മറച്ചു വെക്കുകയാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് കുറച്ച് സ്പേസ് നൽകാനായി എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു. ജാഷു അവളുടെ സുപ്പീരിയറിനെ കാണാനായി മുകളിലെ ഫ്ലോറിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കാതെ അവനെ അവിടെ നിന്ന് പിടിച്ചുവരിച്ചുകൊണ്ട് പോകുന്നു. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ പലതവണ അവളോട് ചോദിച്ചെങ്കിലും ഒന്നുമില്ലാതെ പറഞ്ഞതല്ലാതെ അവൾ കാര്യം പറയാൻ തയ്യാറാക്കുന്നില്ല. നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കരയുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിന്റെ വെറും ഒരു ബോയ് ഫ്രണ്ട് എന്നതിലുപരി നിനക്ക് എന്ത് തുറന്നു പറയാൻ കഴിയുന്ന, എന്തിനും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം ഞാൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നിനക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാം, നിനക്കും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവളും പറയുന്നു. പരസ്പരം ഇനി മുതൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയാമെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്.
ഇനിയെങ്കിലും ഓഫീസിൽ എന്താണ് പ്രശ്നം എന്നോടൊന്ന് പറയാമോ എന്നവൻ ചോദിച്ചെങ്കിലും അപ്പോഴും അവൾ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല. നീ ജിയാങ്ങിനെ കണ്ടതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇന്ന് ഞാൻ അവളെ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി അവൾ നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാതിരിക്കുമ്പോൾ അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. നീ ഒറ്റയ്ക്ക് ഈ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നോട് പറയാം എന്ന് പ്രോമിസ് ചെയ്ത് തരാൻ അവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. ജിയാങ്ങിനെ കണ്ടതിനെക്കുറിച്ച് പറയാതിരുന്നത് ഞാനിപ്പോൾ വളർന്നതുകൊണ്ട് എനിക്ക് തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവളെന്നെ ഉപദ്രവിക്കാൻ എന്തായാലും ഞാൻ അനുവദിക്കില്ല. എനിക്ക് സ്വന്തമായി എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും, മാത്രമല്ല നിന്നെയും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെ അവൾ പറയുന്നു. അവൾ അത്ര സീരിയസ് ആയി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നീ ശരിക്കും വലിയ ആളായതുപോലെ തോന്നുകയാണെന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. അന്ന് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഷിയ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് അവൾ തയ്യാറാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് കുറച്ച് പോക്കറ്റ് മണി അയച്ചു കൊടുത്തത്. അവൾ ഉടനെ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഫ്ലൈറ്റ് ടൈം എപ്പോഴാണ്, എയർപോർട്ടിൽ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, ഇനി നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം, സമയത്ത് ആഹാരം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞു വെക്കുന്നു. സാങ്ഷി അടുത്ത ദിവസം ഓഫീസിൽ അവളുടെ ഐഡിയ അവതരിപ്പിക്കുന്നു. ഒരു കഥ പറയുന്ന പോലെയുള്ള അവളുടെ ആ തീം ക്ലയൻറ്റിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വിചാരിച്ചിരിക്കുന്നതൊക്കെ കൂടുതലാകുമെന്നൊരു സംശയം അയാൾക്കുണ്ടാകുന്നുണ്ടെങ്കിലും അതൊക്കെ അയാളുടെ ബജറ്റിനുള്ളിൽ നടത്തിക്കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് മാനേജർ അറിയിക്കുന്നു. അങ്ങനെ അവൾ സജസ്റ്റ് ഐഡിയ തന്നെ അയാൾ ചൂസ് ചെയ്യുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ മാനേജർ സാങ്ഷിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുഴുവൻ ടീമിനും സ്പെഷ്യൽ ബോണസ് നൽകുന്നതായിരിക്കുമെന്നും അദ്ദേഹം ഓഫർ ചെയ്യുന്നു. അവരുടെ ഇന്റേൺഷിപ്പ് കഴിയാറായതുകൊണ്ട് വീക്കെൻഡിൽ ഒരുമിച്ച് ഒരു ഡിന്നറിന് പോകുന്ന കാര്യം ഒരു സ്റ്റാഫ് സജസ്റ്റ് ചെയ്തെങ്കിലും വീക്കെൻഡിൽ വേറെ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് അപ്പോൾ പറ്റില്ല എന്ന് സാക്ഷി പറയുന്നു. വീക്കെൻഡിൽ ജാഷു അവൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവളെ ഒരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ പുതിയ ഫ്ലാറ്റ് അവിടെ റെന്റിന് എടുത്തിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞത്. അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. മുമ്പ് താമസിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ഫ്ലാറ്റാണത്. അവൻ പറഞ്ഞതുപോലെ തന്നെ 2 ബെഡ്റൂമുണ്ട്. നിന്റെ ബെഡ്റൂമാണ് ഇതെന്ന് പറഞ്ഞ് അവൻ ഒരു മുറി കാണിച്ചു കൊടുത്തപ്പോൾ ഇനി നമ്മൾ ഒരുമിച്ചാണ് താമസിക്കാൻ പോകുന്നത് എന്നവൾ ചോദിക്കുന്നു. അങ്ങനെയല്ല, നിനക്ക് പഠിത്തത്തിനിടയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം നൽകണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നവൻ പറയുന്നു. ഇതിന്റെ റെന്റ് എത്രയാണ്? കൂടുതലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് താമസം മാറണമെന്നില്ല, വെറുതെ കാശ് കളയണ്ടല്ലോ എന്നവൾ പറയുന്നു. ഇതിന്റെ റെന്റ് കൊടുക്കാനുള്ള കാശൊക്കെ എനിക്കുണ്ട്. നിന്റെ കോളേജിനടുത്ത് തന്നെ നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം റെഡിയാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മറ്റൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ അതിന്റെ ഒരു കീ അവൾക്ക് കൊടുത്തിട്ട് ഇനി മുതൽ ഇത് നമ്മുടെ വീടാണെന്ന് പറയുന്നു. അവൾ ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. അടുത്തന്നെ ഒരു ദിവസം രാത്രി സാങ്ഷിയുടെ റൂമിലെ AC കംപ്ലൈന്റ് ആകുന്നു. വാർഡനെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ വെക്കേഷൻ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് വാർഡൻ അറിയിക്കുന്നു. സ്വന്തമായി ഏതെങ്കിലും ടെക്നീഷ്യൻ വിളിച്ച് നന്നാക്കുന്നതിനെക്കുറിച്ച് അവൾ ചോദിച്ചെങ്കിലും അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ പുതിയ AC വാങ്ങി നൽകേണ്ടി വരും എന്ന് അവർ പറയുന്നതിനാൽ അവളത് വേണ്ടെന്ന് വയ്ക്കുന്നു. അവളങ്ങനെ ആകെ ചൂടെടുത്തിരിക്കുന്ന സമയത്താണ് ജാഷു വിളിച്ചത്. വിവരം അറിഞ്ഞതും എങ്കിൽ കുറച്ച് ദിവസം എൻ്റെ സ്ഥലത്ത് വന്ന് നിൽക്കാൻ അവൻ പറയുന്നു. അങ്ങനെ അവൾ അവൻ്റെ പുതിയ വീട്ടിലേക്ക് താമസിക്കാനായി വരുന്നു. അവൾക്ക് വേണ്ടി അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സ്നാക്സ് ഒക്കെ അവൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയ 1-2 ഐറ്റം അവൾ അപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഡെയിലി കഴിയാം എന്ന് അപ്പോൾ പറയുന്നു. ബാത്റൂമിൽ നിനക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. റൂമിൽ നിന്ന് കുറേ വ്യർത്ഥമല്ലേ, പോയി കുളിച്ച് ഫ്രഷായി വരാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് പോകുന്നു. അവിടെ അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ അവൾക്കുണ്ട്. അവൾ ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹാളിൽ ഇരിപ്പുണ്ട്. ആവേശത്തിൽ ആദ്യമായിട്ടാണ് അവൾ എന്നെ കാണുന്നത്. അതുകൊണ്ട് ആദ്യം പുറത്തേക്ക് ചെല്ലാൻ മടിച്ച് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവൻ അപ്പോഴേക്കും അവളെ കണ്ടിരുന്നു. ജോലി ചെയ്യുകയാണെന്ന് കാണിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തുറന്നു വെച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ഫോണിൽ അതോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗെയിമാണെന്ന് അവൾ ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവളെ അടുത്ത് പിടിച്ചെത്തുന്നു. എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മാത്രം അടുത്തിരിക്കുന്നതുകൊണ്ട് അവൾക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു കളി കഴിഞ്ഞപ്പോൾ അവൾ സ്നാക്സ് എടുക്കാനായി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴാണ് മുടി അവൻ്റെ ഷട്ടിൽ കുരുങ്ങിയെന്നറിയുന്നത്. അത് ഊരിയെടുക്കാൻ അവൾക്ക് കുറച്ച് പണിപ്പെടേണ്ടി വരുന്നു. അത്ര സമയം അവളെങ്ങനെ അടുത്ത് കണ്ടപ്പോൾ അവൻ അറിയാതെ കിസ് ചെയ്തു പോകുന്നു. രണ്ടുപേരും കാര്യമായി അതിൽ ലയിച്ചു പോകുന്നുണ്ട്. അതിന് വിട്ടുപോകുമെന്ന് തോന്നിയപ്പോൾ ജാഷു പിന്മാറിയിട്ട് നിനക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞേക്കുന്നു. ഇനി നിന്നാൽ ശരിയാകില്ല എന്ന് അവൾക്കും അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം അകത്തേക്ക് ഓടുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള താമസം എങ്ങനെയാണെന്നൊക്കെ കാണിക്കുകയാണ്. ജാഷുവിന് ഇപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമൊക്കെ ലാഭമായിരിക്കുന്നു. ചില ദിവസം അവൻ ഉണരുന്നതിന് മുമ്പ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് ഓഫീസിലേക്ക് പോയി കഴിയും. അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും അവൾ ചിലപ്പോൾ ഉറക്കം പിടിച്ചിട്ടുണ്ടാകും. അവൾ റൂമിലെത്തുന്ന സമയം നോക്കി അവൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് എത്തിക്കാറുണ്ട്. അങ്ങനെ ഒരുമിച്ചുള്ള ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവളുടെ ഇന്റേൺഷിപ്പ് കഴിയാറായിരിക്കുന്നു. ഓഫീസിലെ ലാസ്റ്റ് ദിവസം അവർ അവിടെ തന്നെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അത്രയും നാളും എല്ലാ കാര്യങ്ങളും സഹായിച്ചതിന് സാക്ഷി കൂടെയുള്ളവർക്കൊക്കെ ചെറിയ ഗിഫ്റ്റ് നൽകുന്നു. പഠിത്തമൊക്കെ കഴിയുമ്പോൾ അവർ ഇഹയിൽ തന്നെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വന്ന് കണ്ടാലും നല്ലൊരു പോസ്റ്റ് നൽകുന്നതാണ് എന്ന് മാനേജർ ഓഫർ വെക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളായി തന്നെ അവസാനിക്കാറായിരിക്കുന്നു. ജാഷുവിന്റെ പുതിയ ഗെയിം അന്ന് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യ കുറച്ച് മണിക്കൂറിൽ തന്നെ ഗെയിമിന് നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിലുള്ള മികച്ച പെർഫോമൻസ് ആണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ്. സാക്ഷി ഒരു ഗിഫ്റ്റുമായി സിയയുടെ അടുത്ത് ചെല്ലുന്നു. അത്രയും കാലത്തിടയ്ക്ക് ഒരു സഹായം ചെയ്തിട്ടില്ലെങ്കിലും സുപ്പീരിയർ എന്ന നിലയിൽ അവൾ നൽകിയ ഗൈഡൻസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സാക്ഷി ഗിഫ്റ്റ് നൽകിയത്. ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരുടെയും ബോയ് ഫ്രണ്ടിനെ മോഷ്ടിച്ചിട്ടില്ല. ശരിക്കുമുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കും അറിയാവുന്നില്ലേ? ശരിക്കും നിങ്ങൾ ജിയാങ്ങിന്റെ ഫ്രണ്ടാണെങ്കിൽ അവളെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ ശ്രമിക്കണം. അവൾക്ക് ശരിക്കും അതിന്റെ ആവശ്യമുണ്ട് എന്നുകൂടി ഉപദേശിച്ചിട്ടാണ് അവൾ പോയത്. അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് മോശമായി പോയി. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഷിയയ്ക്കും തോന്നുന്നുണ്ട്. ഗെയിമിന്റെ വിജയത്തിന് കൂടുതൽ ക്രെഡിറ്റും സിയുനും ഹസ്ബൻഡും നൽകിയത് ജാഷുവിനാണ്. അവൻ പക്ഷേ വിനയത്തോടെ കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞ് അവരെ പുകഴ്ത്തുകയാണ് ചെയ്തത്.
കമ്പനിയിലെ ചീഫ് പ്രോഗ്രാമറുടെ പോസ്റ്റിലേക്ക് അവനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഫൈനൽ തീരുമാനമായിട്ടില്ലെങ്കിലും മുകളിൽ നിന്ന് എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ പ്രൊമോഷന് സാധ്യതയുണ്ടെന്ന് അവർ അറിയിക്കുന്നു. തീരെ പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൻ കുറച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് സംശയത്തോടെ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ്റെ കഴിവിൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവൻ ഇവിടേക്ക് ജോലിക്ക് ആദ്യം കൊണ്ടുവന്നത് സിയുവിൻ്റെ ഹസ്ബൻഡാണ്. അവനെ പോലെ മിടുക്കനായ ഒരാളെ അവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്. തൽക്കാലം തിരക്കൊക്കെ കഴിഞ്ഞാൽ ഇനി എന്താണ് പ്ലാൻ എന്നവർ ചോദിച്ചപ്പോൾ ഗേൾഫ്രണ്ടിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ പോവുകയാണ് എന്നവൻ പറയുന്നു. രണ്ടുപേരും ഫ്രീ ആകുമ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അന്ന് വൈകുന്നേരം പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ജാഷു പറഞ്ഞ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവൾ ഒഴിവാക്കാൻ തുടങ്ങുന്നു. ക്യാമ്പിങ്ങിന് പോകാമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അത്ര സേഫ് ആയിരിക്കാൻ സാധ്യതയില്ല. കൊതുകും പ്രാണികളും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല നിനക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് മഴ പെയ്താൽ ഉടനെ വേറെ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് നീ കണ്ടുപിടിച്ച അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണമെങ്കിൽ ആദ്യം നമ്മൾ അവിടെ വരെ പോകാനുള്ള എണ്ണ അടിക്കാനുള്ള ക്യാഷ് ചിലവാക്കണം. പിന്നെ അവിടുത്തെ ടിക്കറ്റ് വാങ്ങണം. അതുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണവും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങേണ്ടി വരും. പിന്നെ അതിൻ്റെ അടുത്ത് നീ താമസിക്കാൻ കണ്ടെത്തിയ ഹോട്ടൽ വളരെ ചിലവ് കൂടിയതാണ്. അവിടെയും കാര്യമായി ഒന്നുമില്ല. എന്തിനാണ് ഇത്രയൊക്കെ ക്യാഷ് വേസ്റ്റ് ആക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അവൾക്ക് ശരിക്കും പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ക്യാഷ് ചിലവാകും എന്ന് കരുതിയിട്ടാണ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവനത് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ക്യാമ്പിങ്ങിന് പോകാൻ ശരിക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. പോകാൻ വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അവിടെ ചെന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി ടെന്റ് ഉണ്ടാക്കാം. അതിന് മുന്നിൽ കസരയിട്ടിരുന്ന് കടലിലെ തണുത്ത കാറ്റ് ആസ്വദിക്കാം. രാത്രി നക്ഷത്രങ്ങൾ കാണാം. അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതേസമയം അമ്യൂസ്മെന്റ് പാർക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര ബഹളമായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവൾ കുറേ കാരണങ്ങൾ പറയുന്നു. അവസാനം അവൾ പറയുന്ന പോലെ ക്യാമ്പിങ്ങിന് തന്നെ പോകാമെന്ന് സമ്മതിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് അവൾ അന്ന് ഉറങ്ങാൻ കിടന്നത്. പക്ഷേ രാവിലെ പുറപ്പെടാൻ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങുന്നു. ആദ്യത്തെ ട്രാവൽ പ്ലാൻ തന്നെ ഇങ്ങനെ ഫെയിലായി പോയതിൽ അവൾ ആകെ നിരാശയാകുന്നു. അവളുടെ വിഷമം മാറ്റാനായി റൂമിൽ തന്നെ ടെന്റ് റെഡിയാക്കി ക്യാമ്പിംഗ് നടത്താമെന്ന് അവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ടെന്റൊക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നു. ശരിക്കും എൻജോയ് ചെയ്താണ് രണ്ടുപേരും കൂടി അത് ചെയ്തത്. ഇടയ്ക്ക് റൊമാൻസും വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവളുടെ അമ്മ അവളുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. അവളോട് ടെന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾ അതിനുള്ളിൽ കയറിയിരുന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ക്യാമ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചിട്ട് മഴ കാരണം പറ്റില്ല. അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിനുള്ളിൽ ക്യാമ്പ് റെഡിയാക്കിയതാണെന്ന് അവൾ അമ്മയോട് പറയുന്നു. ഏത് ഫ്രണ്ടാണെന്നൊന്നും പറയുന്നില്ല. ചുറ്റുമൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ജാഷു നിലത്ത് കിടന്ന് മുഖത്തേക്ക് പുതപ്പ് വലിച്ചിരുന്നു. അവനെ വീഡിയോയിൽ കിട്ടാത്ത വിധം അവൾ ഫ്ലാറ്റ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മയോടൊപ്പം അച്ഛനുമുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ഞാന്. അവൾ ജാഷുവിൻ്റെ കൂടെയാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൻ ചിരിച്ചതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുറിയിൽ ജാഷുവിന്റെ ഫോട്ടോ രീതി കണ്ട് അതെടുത്ത് മാറ്റിവെക്കാൻ അവൾ അവനെ ആംഗ്യം കാണിക്കുന്നു. എന്തായാലും തൽക്കാലം കള്ളത്തരം പൊളിയുന്നില്ല. അടുത്ത വെക്കേഷൻ ഇതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്താൽ മതി. അമ്മയ്ക്ക് നിന്നെ കാണാതെ വല്ലാതെ വിഷമമായിരുന്നു. മര്യാദയ്ക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. പഠിത്തം കഴിയുമ്പോഴും ഇവിടെ തന്നെ ജോലി നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ ഫോൺ വെച്ചത്. ജാഷു അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഒരുമിച്ചിരുന്ന് ഗെയിം കളിച്ചതും മറ്റും എൻജോയ് ചെയ്ത് മറ്റാരുടെയും ശല്യമില്ലാതെ ക്യാമ്പിംഗ് അവർ അടിപൊളിയാക്കുന്നുണ്ട്. അധികം വയ്ക്കാതെ അവൾക്ക് ക്ലാസ് തുടങ്ങുന്നതിനാൽ അവൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരുന്നു. ഒരു ദിവസം കോളേജിൽ നടത്താൻ പോകുന്ന ഡിസൈൻ കോമ്പറ്റീഷനെ പറ്റി യൂഷിൻ റൂമിൽ വന്ന് പറയുന്നു. സാങ്ഷിക്ക് അതിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. വേവയ്ക്ക് പിന്നെ റൊമാൻസ് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും താല്പര്യമില്ല. അടുത്ത വർഷം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങും ഒഴിഞ്ഞു മാറുന്നു. ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ഭാവിയിൽ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ ബയോഡേറ്റ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് യൂഷിനും സാങ്ഷിയും കൂടി മത്സരത്തിന് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. വാങ് ആയിടയ്ക്ക് ഒരു ദിവസം മെങ്ങിനെ പോയി കണ്ട് അവൻ്റെ ഇന്റർവ്യൂ എഡിറ്റ് ചെയ്തത് അവന് കാണാനായി നൽകുന്നു. അന്ന് തന്നെ അവനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അവൾ തുറന്നു പറയുകയും ചെയ്യുന്നു. ആദ്യം നീ എന്നെ സഹായിച്ച ദിവസം മുതൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. പിന്നീട് കൂടുതൽ ഇടപഴകിയപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നി. ഞാൻ ഇങ്ങനെ തുറന്നു പറഞ്ഞു എന്ന് കരുതി പെട്ടെന്നൊരു മറുപടി നൽകണ്ട. തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്തോ വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസത്തോടെയാണ് അവൾ പോയത്. തീരെ പ്രതീക്ഷിക്കാതെയുള്ള ഒരു തുറന്നു പറച്ചിൽ ആയതുകൊണ്ട് മെങ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മത്സരത്തിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ടോപ്പിക് സെലക്ട് ചെയ്യണം എന്നറിയാതെയുള്ള കൺഫ്യൂഷനിലാണ് സാങ്ഷി. യൂഷിൻ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു അനിമേഷൻ സീക്വൽ ആണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഡൗട്ടൊന്നുമില്ല. ന്യൂ ഇയറിന്റെ ഹോളിഡേയ്സിന് വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും എന്ന് പറഞ്ഞ് അവൾ സാങ്ഷിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഹോളിഡേയ്സിന് അവൾ വീട്ടിലേക്ക് പോകുന്നു. ഞാനിതിനാണ് അവളെ പിക്ക് ചെയ്യാനായി എയർപോർട്ടിൽ ചെന്നത്. വിളിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് വന്നതെന്ന് അവൾ വണ്ടിയിലിരിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നു. വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല. ജാഷു രാവിലെ പലതവണ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ സൈലന്റ് ആക്കി വെച്ചിരുന്നതാണ്. അവൻ പക്ഷേ എനിക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ബോയോട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന റിമാർക്സ് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വരേണ്ടി വന്നത് എന്ന് ഞാൻ ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നു. സാങ്ഷി കുറെ ചിരിക്കുന്നുണ്ട്. കുറെ ഡ്രൈവ് ചെയ്ത് വീടിനടുത്ത് തറയപ്പോഴാണ് അവൾക്ക് വേണ്ടി വാങ്ങണമെന്ന് അമ്മ പറഞ്ഞേൽപ്പിച്ചിരുന്ന ഡക്ക് ഫ്രൈ വാങ്ങിയില്ലല്ലോ എന്ന് അവന് ഓർമ്മ വന്നത്. അമ്മ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ തിരിച്ചു പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എന്നെ വീട്ടിൽ വിട്ടിട്ട് പോയാൽ മതി എന്ന് അവൾ പറയുന്നു. അവളുടെ അച്ഛൻ പുതുതായി വാങ്ങിയ ക്യാമറ ഉപയോഗിച്ച് അമ്മയുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ ചെന്ന് കയറിയത്. ഞാൻ ഏൽപ്പിച്ചിരുന്ന സാധനം മറന്നുപോയി. ഇപ്പോൾ വാങ്ങാൻ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അവനെ കുറ്റപ്പെടുന്നു. അവരോട് കുറച്ചുനേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സാക്ഷി മുറിയിലേക്ക് പോകുന്നു. മുറിയിലെത്തിയ ഉടൻ തന്നെ അവൾ ഫോൺ എടുത്ത് ജാഷുവിനെ വിളിക്കുന്നു. അവൾ പോയതിന്റെ വിഷമത്തിലാകെ മൂഡ് ഓഫ് ആയിട്ടാണ് അവൻ നിന്നിരുന്നത്. എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. അവൾക്ക് ഫ്രൂട്ട്സുമായി മുറിയിലേക്ക് വന്ന അമ്മ എനിക്കും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് അവൾ ഫോണിലൂടെ പറയുന്നത് കേൾക്കുന്നു. അവൾ ആരുമായ റിലേഷനിലാണോ എന്ന് അമ്മയ്ക്ക് സംശയം തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അമ്മ അവളെ വിളിച്ച് ഫ്രൂട്ട്സ് നൽകിയിട്ട് പുറത്തേക്ക് പോകുന്നു. അമ്മ വന്നത് കാരണം അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിരുന്നു.
അമ്മ പോയി കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ് അവൾ അവന് മെസ്സേജ് അയക്കുന്നു. സാരമില്ല, വീട്ടിലുള്ള സമയം അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ നോക്കുക, ഞാൻ ജോലി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ മെസ്സേജ് അയക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ മുമ്പ് അവൻ നൽകി ഗിഫ്റ്റ് എല്ലാം കൂടി എടുത്തു വെച്ചിരുന്ന ബോക്സ് അവൾ പുറത്തെടുത്ത് അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ചു നേരം നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്നുണ്ട്. സാക്ഷി ആരെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് സംശയം തോന്നിയ അമ്മ അച്ഛനോട് വിവരം പറയുന്നു. അച്ഛൻ്റെ സമാധാനമില്ലാതെ ഇപ്പോൾ തന്നെ അവളോട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞപ്പോൾ തന്നെ സാക്ഷി ഒരു ചെയറൊക്കെ നീക്കിയിട്ട് അവരുടെ മുന്നിൽ ചെന്നിരിക്കുന്നു. ഞാൻ ദിവസവും നിന്നെ വിളിക്കാറുള്ളതല്ലേ, എന്നിട്ട് നീ എന്താണ് ഇക്കാര്യം എന്നോട് പറയാതിരുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ നേരിട്ട് പറയാമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത്. സാക്ഷി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ നിന്റെ ക്ലാസ്മേറ്റ് ആണോ അതോ സീനിയർ ആണോ, എത്ര വയസ്സുണ്ട്, ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, വീട് എവിടെയാണ്, ഭാവിയിൽ അവൻ നിനക്കൊപ്പം ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകുമോ, നിനക്ക് ഇപ്പോഴേ ഡേറ്റ് ചെയ്യാമായിരുന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോരായിരുന്നോ എന്ന് വേണ്ട രണ്ടുപേരും മാറി മാറി അവൾക്കൊന്നും സംസാരിക്കാൻ പോലും ചാൻസ് കൊടുക്കാതെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ച് അവൾ ഒന്നും പറയാതെ യാനെ കൂടി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ഇങ്ങനെ എടുത്തു ചാടി ചോദിച്ച് അവളെ പേടിപ്പെടുത്തണ്ടായിരുന്നു, സമാധാനമായി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ അച്ഛനെയും നീ എന്താണ് അവളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നെന്ന് ചോദിച്ച് അച്ഛൻ അമ്മയെയും കുറ്റപ്പെടുന്നു. ഞാനങ്ങനെ ശ്രദ്ധിക്കാനാണ്, അവളിപ്പോൾ ഇവിടെ അല്ലല്ലോ പഠിക്കുന്നതെന്ന് അമ്മ പറയുന്നുണ്ട്. ജാഷു കുറച്ച് ദിവസം ലീവ് എടുത്ത് അവളുടെ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അവൾ വന്ന് യാനെ ഒപ്പിട്ട് അവൻ്റെ ഒപ്പം കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ അവിടെ നമ്മൾ മാത്രമല്ല, നിനക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ, നിന്നെ കൊണ്ടുചെല്ലണമെന്ന് അവനും നിർബന്ധം പിടിച്ചു. അവനും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്. ആരൊക്കെ ഉണ്ടെങ്കിലും വന്നൊരു പ്രശ്നമല്ല എന്നാണ് അവൾ പറഞ്ഞത്. ശരിക്കും അവനാണോ നിന്നെ പ്രേമിച്ചത് അതോ നീയാണോ അവൻ്റെ പുറകെ നടന്ന് പ്രേമിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് ഞങ്ങൾ ഹോസ്റ്റൽ മാറുന്ന സമയത്ത് എന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് വരാൻ നീ നിർബന്ധം പിടിച്ചൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് നിന്നെ നല്ല ഡൗട്ടുണ്ട് എന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നു. കള്ളത്തരം പൊളിയുമോ എന്ന് അവളൊന്ന് സംശയിച്ചെങ്കിലും പിടിയെടുക്കാതെ എതിർത്ത് നിൽക്കുന്നു. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോൾ നിർബന്ധം പിടിച്ച് കൂടെ വന്നതും അവൾക്ക് നാപ്കിൻ വാങ്ങി കൊടുക്കേണ്ടി വന്നതും ഒക്കെ അവൻ പറഞ്ഞപ്പോൾ അത്തവണ ഞാനല്ല നിർബന്ധം പിടിച്ച് വന്നത്, നീ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്, പിന്നെ നാപ്കിൻ വാങ്ങി തന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയാൻ നാണമില്ലെന്ന് ചോദിച്ച് അവൾ വഴക്കുണ്ടാക്കുന്നു. എന്നാലും അവൻ അതൊന്നും വിശ്വാസം വരാത്തതുപോലെ എനിക്ക് നിന്നെ നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു. 2 എപ്പിസോഡ് ഒരുമിച്ചാണ് നമ്മൾ ഇത്തവണ ചെയ്തത്. ആദ്യ എപ്പിസോഡിന്റെ എപ്പിലോഗിൽ സാക്ഷിയും ജാഷുവും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതിന്റെ അടുത്ത ദിവസം രാവിലെയുള്ള കാര്യങ്ങളാണ് കാണിച്ചത്. രാവിലെ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ രണ്ടുപേർക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി രണ്ടുപേരും കൂടി കഴിക്കാനിരിക്കുന്നു. വൈകിട്ട് വിളിക്കാൻ ചെല്ലുന്ന കാര്യം അവൻ പറഞ്ഞപ്പോൾ ഇതിന്റെ ആവശ്യമില്ല, തനിയെ ഇങ്ങോട്ടേക്ക് വന്നോളാം, ഗെയിം ലോഞ്ചിങ് കഴിയുന്നവരെ ഇനി അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട എന്ന് അവൾ പറയുന്നു. ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്കും എന്റെ തിരക്കും കഴിയും, അപ്പോൾ ഒരുമിച്ച് എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ നോക്കി വെച്ചാൽ അവൻ പറയുന്നു. അതിനുശേഷം കൈകൾ കൊടുത്തു പിടിച്ച് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ എപ്പിലോഗിൽ രണ്ടുപേരും കൂടി ഫ്ലാറ്റിനുള്ളിൽ തന്നെ ക്യാമ്പിംഗ് നടത്തിയ ദിവസം രാത്രി ഉറങ്ങാറായപ്പോൾ അവൻ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഒന്നുകൂടി ശരിയാക്കുന്നു. ഒരുമിച്ച് കിടക്കണമെന്ന് സാക്ഷി സംശയിച്ച് നിൽക്കുന്നത് കണ്ട് അവൻ സ്ലീപ്പിംഗ് ബാഗ് രണ്ടാക്കിയ ശേഷം അവൾക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് അവൾ അകത്തേക്ക് കയറിയത്. രണ്ടുപേരും 2 ബാഗിലായി കിടക്കുന്നു. എന്നാലും ആദ്യമായി അടുത്ത് കിടക്കുന്നതിന് ടെൻഷൻ രണ്ടുപേർക്കുമുണ്ട്. എന്നാലും കൈകൾ കോർത്തു പിടിച്ചാണ് അവർ കിടന്നത്. നാഷണൽ ഹോളിഡേയ്സിന് അവൾ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവളെ കാണാൻ ലീവ് എടുത്ത് അങ്ങോട്ടേക്ക് വന്നോളാം എന്നവൻ ആ സമയത്ത് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.